എന്റെ ആരെങ്കിലും ചത്താ? ഗേൾഫ്രണ്ടാ നിനക്ക്? കാരണം അത് കൂടെ എന്തിനാ ടൂറ്റായിടാ? ആദ്യം പേരച്ചോ പറയാൻ പഠിക്കടാ. അങ്ങനെ ടൂറ്റായിട് എടുത്ത് ഞാൻ വെള്ളത്തിൽ മുക്കും. ആ ഇപ്പൊ പെട്ടിയും പ്രമാണം എടുത്ത് പോയാ രാത്രിയാവും മുമ്പ് എടുത്തപ്പം വിളിച്ചില്ലേ? ശരിക്കും നിന്റെ പ്രശ്നം എന്താ? എന്റെ അടുത്ത് പറ, ആളുകളെ സന്തോഷിക്കും. എന്തിട്ട് വാട്സാപ്പ്? അതൊക്കെ നമ്മളെ കാലൂടെ ഒരു കത്ത് കൊടുത്ത 3 ദിവസം കാത്തിരിക്കണം, അവള് മറുപടി തരാം. കിട്ടിയാ കിട്ടി. നിനക്കൊക്കെ വല്ലതും അറിയണോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഹാഷ്ടാഗ്, ബ്ലൂ ടിക്ക്, കോപ്പ് പോടാഴുന്നേക്ക്. എന്റെ പൊന്നനിയാ വേണ്ട. നീ ഇനി അടുത്ത വള്ളിക്കെട്ടുമായിട്ട് വരല്ലേ? നീ കാരണം ഇനി നമ്മളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആക്കുവാടേ. നീ വിഷമിക്കാടാ, നമുക്ക് സെറ്റ് ആക്കാന്ന്. അവളെ പേരെന്ത്? പേര് കേട്ടിട്ട് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. അവള് കാണാൻ എന്നിട്ട് ഇപ്പോക്കാണെങ്കിൽ ചെമ്പരത്തിപ്പൂ നിന്റെ തലയിൽ തന്നെ വയ്ക്കാൻ പറ്റുമോ? നീയാ ഒരൊറ്റ ആടി അവന്റെ കോപ്പില്ല ഗ്ലാമർ. അനിയൻ വിളിച്ചാ ഞാൻ വരാതിരിക്കോ? നിങ്ങൾ? അതെ, ഞാൻ തന്നെ. നിങ്ങൾ ആരാ? അവൻ ആരെങ്കിലും ആകട്ടെ. ഇങ്ങനെ ആരെങ്കിലും ഒരാളല്ല ഞാൻ. പിന്നെ എന്റെ സാന്നിധ്യം അത് ഭഗവാന് തുല്യം. അങ്ങനെ ഞാൻ എവിടേക്ക് നോക്കി കണ്ടില്ലല്ലോ. ആരും പറഞ്ഞതുമില്ല. പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട പോലെ പറയേണ്ടി വന്നാൽ അത് ഞാൻ പറഞ്ഞിരിക്കും. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റൂ? ആദ്യം ഇവിടെ ഞാൻ പറയട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. അനിയ, എന്താ നിന്റെ പ്രശ്നം? നീ പറ, ഞാനുണ്ട് കൂടെ. ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനായിരുന്നു. ഇതോടെ വേറെ ആരെ പോട്ടെങ്കിൽ നോക്ക്. അതിന് ഇത് ജെമിനിയാടാ. അത് ജെമിനിയല്ല, അതിന് ഗേൾഫ്രണ്ടാ. അലുവേ ഉലുവേം തിരിച്ചറിയാൻ പറ്റത്തവനാണ് അവനാണ് പ്രേമിക്കാൻ നടക്കണം. എടാ, ഈ പെമ്പിളെ വിളയ്ക്കുന്നതേ അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല. അതിനെ ഒരു നേക്കുണ്ട്. എന്തിനാക്ക്? ആദ്യം നീ അവളെ കൂട്ടുകാരെ വളച്ച് കയ്യിലെടുക്കണം. ഒന്ന് വളച്ചതിന്റെ ക്ഷീണം തീർന്നില്ല, ഇനിയാണ് അവന്റെ കൂട്ടുകാരൻ. അവളെ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം. എന്താ മോളെ? എന്റെ പെങ്ങള് എന്നെ വിളിച്ചു, ഞാൻ വിളിച്ചു. നീ ആരാ? നേരല്ല നീ കിടന്ന് തൊലിക്കണം. ഞാൻ വെറും വഴിപോക്കെ വെറുതെ പോയപ്പോ അങ്ങനെ വന്നതാ. മരണവനും പോണവനും ഇവിടെ വന്ന് സഹായം. നീ ആരടാ? ചേട്ടാ, മോളെ എന്റെ പെങ്ങള് ചേട്ടന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്കും. നീ ആരാടാ വിളിയേക്കാൻ? അങ്ങനെ പറയല്ല അളിയ. പിന്നല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇല്ലേ, നിനക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞില്ലേ? അതല്ലടാ പൊട്ടാ, ഞാൻ നേരത്തെ ചോദിച്ചത്. അത് അവർക്ക് ഒരു സഹോദരൻ ഉണ്ടോ നോക്കണം. എങ്കിൽ ആദ്യം ആ സഹോദരനെ വിളയ്ക്കും. അല്ലേ അറിയാ? പിന്നെ അല്ല. പിന്നെ പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. പഠിച്ചൊരു ജോലി നോക്ക്. ജോലിയൊക്കെ കിട്ടിയാലേ ഇതേപോലെയുള്ളതൊക്കെ സെറ്റ് ആവുള്ളൂ. കേട്ടില്ലേ പറഞ്ഞേ? പോ എഴുന്നേറ്റ് പോയിനി എല്ലാം പോയി. പക്ഷെ 4 അക്ഷരം പഠിക്കും.
ഓഹോ, വന്നവൻ നിന്നവൻ ഒന്നായപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ തന്നെ വില്ലേ ലേ. ഈ കാവിലെ ഭഗവതിയാണ് സത്യം. ഞാൻ ഒരു പണി വന്നിരിക്കും, ഒരു 6 പണി. ഇത് സത്യം, സത്യം, സത്യം.